ശബരിമലയിൽ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വൻ ക്രമക്കേടെന്ന ഇ.ഡി. നിഗമനം. തട്ടിപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരടക്കം കൂട്ടുനിന്നു എന്ന് വിലയിരുത്തൽ. സ്വർണ്ണ കവർച്ചയിലൂടെയും മറ്റും ഉണ്ണികൃഷ്ണൻ പോറ്റി വൻ സ്വത്ത് സമ്പാദനം നടത്തിയതായും ഇ.ഡി. കണ്ടെത്തൽ. ഇ.ഡി. പരിശോധനയിൽ വിജയ് മല്യ സ്വർണം പൂശിയതായി പറയുന്ന 98 കാലഘട്ടത്തിലെ ചില രേഖകളടക്കം വീണ്ടെടുത്തു. വിഷ്ണു പ്രകാശുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പല രേഖകളും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രേഖയിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏതൊക്കെ തരത്തിലുള്ള പരിശോധനകളാണ് നടന്നത്? ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കും? മോത്തി, ഗുഡ് മോർണിംഗ്. നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ഇന്നലെ ഇ.ഡി. നടത്തിയത്. ഈ കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളുടെ അടക്കം അവരുടെ ബന്ധുക്കളുടെയും അവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ഇ.ഡിയുടെ വ്യാപകമായിട്ടുള്ള പരിശോധന. കൃത്യമായി പറഞ്ഞാൽ 21 ഇടങ്ങളിലാണ് ഇന്നലെ കേരളത്തിനകത്തും അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലും ഇ.ഡി. നടത്തിയത്. ഇതിൽ നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ സ്പോൺസർ ഉപയോഗിക്കുന്ന അതിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇ.ഡിയുടെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഈ സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി പണം കണ്ടെത്തിയതിലടക്കം അതിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഇതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ ഒരു ക്രമക്കേട് നടത്തുന്നതിനായി ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരടക്കം ഇതിൽ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഏതായാലും 1000-ഓളം രേഖകൾ ഇത് സംബന്ധിച്ച ഇതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള രേഖകൾ ഇ.ഡി. ഇന്നലെ കണ്ടെത്തിയിട്ടുണ്ട്. ശബരിമലയിലെ മറ്റു ക്രമക്കേടുകളിലേക്കും ഇപ്പോൾ ഇ.ഡി. ഒരു അന്വേഷണം വ്യാപിപ്പിക്കുന്ന ഘട്ടമാണ്. പ്രാഥമികമായി ഇ.ഡി. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അതിൽ ഉള്ള കള്ളപ്പണ ഇടപാടുകളാണ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷിക്കുന്നത്. പക്ഷേ മറ്റു തലങ്ങളിലേക്കും, അതായത് കൊടിമരം മാറ്റി സ്ഥാപിക്കുന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇ.ഡി. അന്വേഷണം ഇതിന്റെ ഭാഗമായി തന്നെ വ്യാപിപ്പിക്കും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ SITയുടെ അടക്കം അന്വേഷണം ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡിയും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഉള്ള ഒരു അന്വേഷണം നടത്തുന്നത്.